ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുആ ഡ്രീം ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടൊരു ഇയറിങ്സ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കൊട്ടക്കമ്മലിൻ്റെ മോഡലാണ് നോക്കുന്നത്. അതും നോർമൽ ത്രെഡ് വെച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും. സിമ്പിളല്ല, കുറച്ച് ഹെവി വർക്ക് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിന് ഇതുപോലെ ഒരു സിൽക്ക് ത്രെഡ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലെ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ. ഈ ഗ്ലൂവിൻ്റെ യൂസ് എന്താണെന്നല്ലേ കാണിച്ചു തരാം. ഇതുപോലെ ത്രെഡ് നമ്മളൊരു 50 റൗണ്ട് അല്ലെങ്കിൽ 40 റൗണ്ട് ചുറ്റിയതിന് ശേഷം ഗ്ലൂ ആക്കിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആ ഗ്ലൂ ആക്കിയ പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല പോയിൻ്റ് സൂചി പോലെ നിൽക്കും. നമുക്ക് ഈ ഒരു കൊട്ടക്കമ്മലിൻ്റെ ബേസിലാണ് നമ്മളിത് കോർക്കുന്നത് കേട്ടോ. അപ്പോൾ കോർക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് കൊട്ടക്കമ്മലിൻ്റെ ബേസ്. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ത്രെഡിൻ്റെ ഒരു അറ്റത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. മേലത്തെ ഉള്ളു കൂടെ മുത്തുകൾ കോർക്കുന്ന പോലെ ചെറപ്പറേ എന്ന് പറഞ്ഞിട്ട് വേഗം നമുക്കിതൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നും കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ ത്രെഡ് വെച്ച് നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സെറ്റുമുണ്ട്, സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇറങ്ങുന്നവരും അതുപോലെ പട്ടുപാവടൊക്കെ എടുക്കുന്നവരുണ്ടാവും അല്ലേ. ഡാവണിയൊക്കെ എടുക്കുന്നവർക്കൊക്കെ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ ഡാവണിക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചുറ്റിയെടുത്തു. എൻഡിൽ നമുക്കതുപോലെ തന്നെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഉള്ളിലേക്ക് തന്നെ ബേസിൻ്റെ ഉൾഭാഗത്തേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ആണ്. അതാണ് അടിപൊളി ഗ്ലൂ ആണ്. ത്രെഡ് ഒട്ടാനൊക്കെ ഈ ഒരു വർക്കിനൊക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഗ്ലൂ തന്നെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്ലൂ ഗണ്ണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇതാണ് ഏറ്റവും നല്ല ഗ്ലൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്ന് പറയാം കേട്ടോ. എനിക്ക് റെഡ് കളറോട് ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. റെഡ് കളർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമുള്ളവരായാലും ഒരു റെഡ് ഹാർട്ട് ഇട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമുക്കിപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിക്ക് ചെയ്ത് ബാലൻസ് ഉള്ള ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചുറ്റോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ത്രെഡുകൾ എവിടെയും പൊങ്ങി നിൽക്കരുത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്പിൻ്റെ വർക്ക് ഏകദേശം സെറ്റായി. ഇനി മുകളിലത്തെ പോർഷൻ കേട്ടോ. അപ്പോൾ മുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്നാണ് കേട്ടോ. ഒരു ഗോൾഡൻ കളർ ബീഡാണ് കേട്ടോ മുകളിൽ ക്യാപ്പിന് മുകളിലായിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഒരു ബീഡ് കേട്ടോ. ബീഡൊന്ന് തരയാൻ നിന്നതാണ്, ബീഡ് കിട്ടി. അപ്പോൾ ഇതുപോലത്തെ ഒരു ബീഡ് നമ്മളിതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് കാണാതെ ആരും പോരുത്. അടിപൊളി ലുക്കാണ് കേട്ടോ. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാനിവിടെ എടുക്കുന്നത് മെറ്റൽ ത്രെഡാണ് കേട്ടോ. നൂൽക്കമ്പി ഉള്ളിലേക്ക് നിങ്ങൾക്ക് മെറ്റൽ ത്രെഡ് എടുക്കാം, അല്ലാതെ നോർമൽ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഗ്ലൂ വെച്ചിട്ട് ആ ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ സ്റ്റിക്ക് ചെയ്യേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം എന്തായാലും ബീഡ് എടുക്കുന്ന ടൈമിൽ അത് അനങ്ങും. പക്ഷേ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതവിടെ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും ആ ഒരു സ്റ്റോണ്. ആ സ്റ്റോൺ എപ്പോഴും ഭംഗി അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊന്ന് കുറച്ച് നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കവിടെ സ്റ്റിക്കായിട്ട് കിട്ടും. കറക്റ്റ് സെൻറ്ററിനെ ആയിരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ നോക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു മെറ്റൽ വയർ എടുക്കാം കേട്ടോ. അതായത് നൂൽക്കമ്പി. വേറൊന്നല്ല കേട്ടോ, നമുക്ക് നൂൽക്കമ്പി പല റേറ്റിൽ കിട്ടുന്നുണ്ട്. 1 രൂപ 50 പൈസക്കൊക്കെ നൂൽക്കമ്പി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും ഉണ്ട് കേട്ടോ 1 രൂപയ്ക്കൊക്കെ നൂൽക്കമ്പി. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റൽ വയറാണ്. നൂൽക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ആക്സസറീസിന് യൂസ് ചെയ്യുന്ന ടൈപ്പല്ല, നോർമലാണ് കേട്ടോ. ഇനി നല്ല അടിപൊളി ഇതുപോലത്തെ ഒരു സ്റ്റോണും കൂടി എടുക്കുന്നുണ്ട്. ഈ സ്റ്റോൺ എന്തിനാണെന്നല്ലേ കാണിച്ചു തരാം. ഇത് നമുക്കൊന്ന് സ്റ്റെഡാക്കി നോക്കിയാലോ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതുപോലൊരു വട്ടക്കണ്ണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വർക്കിലേക്കുള്ളതാണ്. 2 വട്ടക്കണ്ണിയും ഇതുപോലെ തന്നെ കമ്മലിൻ്റെ ബേസുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കമ്മലിൻ്റെ ബേസ് അല്ല, സ്റ്റെഡിൻ്റെ ബേസും തന്നെ എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇനി കമ്മലിൻ്റെ മേലേക്ക് വേണ്ട വർക്കുകൾ കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ മെറ്റൽ വയർ എടുത്തിട്ടുണ്ട്. മെറ്റൽ വയറിന്നൊരു 10 സെൻറ്റിമീറ്ററോളം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വയറ്. ഓക്കെ, ഈ വയർ കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. മെറ്റൽ വയർ പെട്ടെന്ന് കത്രിക വെച്ചൊക്കെ കട്ടാവും കേട്ടോ. കട്ടിങ് പ്ലെയറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അപ്പം നമുക്ക് വലിയ ആഡംബരമൊന്നും വേണ്ട. നമ്മളെ കയ്യിലുള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു അടിപൊളി കമ്മൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അറ്റം ഒരു യു ഷേപ്പ് ആക്കിയതിന് ശേഷം നല്ല സ്പീഡിലൊന്ന് പിരിച്ചെടുക്കുക. പിരിച്ചെടുക്കുമ്പോൾ കൈ വെച്ച് പിരിക്കുന്നുണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമ്മൽ കളക്ഷൻസൊക്കെ ഇതുപോലെ കൂട്ടി വെക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കമ്മലൊക്കെ ഇതുപോലത്തെ കമ്മൽസൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടി ശേഖരിച്ച് വെക്കാൻ. ചിലർ കമ്മലിടാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും കൂട്ടി വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ അടിപൊളി കമ്മലുകൾ മേടിക്കാറുണ്ട്. അപ്പോൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ സാധാരണ പൂരം ഷഷ്ടി കാര്യങ്ങളൊക്കെ വരാറില്ലേ. അപ്പോൾ ആ ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ നേർച്ചക്കൊക്കെ ഒരുപാട് അടിപൊളി മോഡൽസ് കമ്മലുകൾ ഇയറിങ്സൊക്കെ മേടിക്കുന്നവരുണ്ടാവും. ചിലവരത് വേഗം ഇടുന്നവരുണ്ട്, ചിലവരങ്ങനെ എടുത്തു വെക്കില്ലേ. പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് എന്ത് പുതിയത് കിട്ടിയാലും അത് എടുത്തു വെക്കുന്ന ശീലം കൂടുതലാണല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനും അതുപോലെ തന്നെ ഒരു മലയാളിയാണ് കേട്ടോ, പാവം മലയാളി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിയത്തെ പോർഷൻസ് ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോർത്തെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ബീഡിന്
സെൻറ്ററിൽ നമ്മൾ ഈ ഒരു കൊട്ടക്കമ്മലിൻ്റെ ബേസ് സെറ്റ് ചെയ്തതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ഹോളുണ്ട്. ഈ ബീഡിനും മുകളിൽ വെച്ചിട്ടുള്ള ഒരു മുത്തിനും മുകളിൽ ഒരു ഹോളുണ്ട് കേട്ടോ. ഈ ഹോളിൽ കൂടെ കോർത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു മുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള മുത്തുകൾ എടുക്കാം. ഞാനിവിടെ ഒരു നോർമൽ വൈറ്റ് ബീഡ് എടുത്തിട്ട് ഇതിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുത്തിനെ കോർത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോളിൽ കൂടെ കേട്ടോ. അപ്പോൾ ഒരു മുത്ത് നമുക്കിതൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ മുത്ത് ഏത് കളറായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ള നോർമൽ പ്ലാസ്റ്റിക് ബീഡ് ആ വൈറ്റ് ബീഡാണ് കേട്ടോ ഒരെണ്ണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു മുത്ത് ഇതിലേക്കൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട്. വേഗം തന്നെ അതൊന്ന് കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബേസിൻ്റെ ഉള്ളിലേക്കൊന്ന് കോർത്തെടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ അറ്റത്തെ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് അതിൽ മെറ്റൽ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ ക്യാപ്പ് ലൂസാവാനും അല്ലെങ്കിൽ തുറക്കാനും സാധ്യത കൂടുതലാണ്. ആ ടൈമിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൈവച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്ലെയറും ക്ലിപ്പൊക്കെ ഉള്ളവർക്ക് അത് വെച്ച് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അങ്ങനെ ഈ പണിയും കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനിയുള്ളത് നമുക്ക് സ്റ്റഡിൻ്റെ പണിയാണ് കേട്ടോ. സ്റ്റഡിന് വേറെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളൊരു ബേസ് മേടിച്ചിട്ട് ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റഡായിട്ടും അല്ലാതെ ബേസ് മാത്രമായിട്ടും സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന വർക്കാണ് ജ്വല്ലറി മേക്കിംഗ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ബേസിൻ്റെ ബാക്കിൽ ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് കൊടുത്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയൊരു വട്ടകണി എടുത്തിട്ടുണ്ട്. വട്ടകണി എടുത്തതിന് ശേഷം മറ്റേ വട്ടകണി ഇതിലേക്ക് കോർത്തെടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ റൗണ്ടിലേക്ക് ഒരു വട്ടകണി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ് കേട്ടോ. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ സ്റ്റോൺ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ആ സ്റ്റോൺ ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സൂപ്പർ ഗ്ലൂ അല്ലേ. ഞാനും ഒരുപാട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആ സൂപ്പർ ഗ്ലൂവിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ ഒരു ഫ്ലെക്സ് ക്യൂക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പേരൻസിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊക്കി മായാജാലം എന്ന് പറഞ്ഞിട്ട് കണ്ടോ, നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊക്കുന്ന ടൈമിൽ തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റിക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായി. അങ്ങനെ സ്റ്റഡ് സെറ്റായിട്ടോ. ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്റ്റഡായിട്ടും സെയിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് നേരെ ചെന്നിട്ട് നമ്മൾ ഈ ഒരു കമ്മൽ ആ ഒരു വട്ടക്കണ്ണി ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതേ കമ്മലിൻ്റെ അറ്റത്തെ വട്ടക്കണ്ണി ഞാൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടോ. കമ്മൽ ആടുന്നത് കണ്ടിട്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡാവണിക്കൊക്കെ അടിപൊളിയായിരിക്കും. ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കൊട്ടക്കമ്മലിൻ്റെ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൽ ചെറിയൊരു അറ്റകുറ്റപ്പണി കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ നല്ല കുഞ്ഞൊരു സ്റ്റോൺ ലൈസും കൂടി അടിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വർക്കിൻ്റെയും കമ്മൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കൊട്ട കമ്മൽ എല്ലാവരും സെറ്റ് ചെയ്ത് നോക്കുക. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ.